എല്ലാവർക്കും നമസ്കാരം. +2 ബിസിനസ് സ്റ്റഡീസ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഈ 2 ചാപ്റ്റർ ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഈ 2 ചാപ്റ്ററിൽ നിന്നും വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് നല്ലൊരു മാർക്ക് ഈ ചാപ്റ്ററുകളിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റിംഗ് ചാപ്റ്ററിൽ അറേഞ്ച് ദ ഫോളോയിങ് ഡയഗ്രാം കറക്റ്റ്ലി. ഈ ഡയഗ്രത്തിനെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സെൻറ്റർ കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് അല്ലല്ലോ വരുന്നത്, സെൻറ്റർ കഴിഞ്ഞാൽ വന്നത് മെസ്സേജ്. നിങ്ങൾ ഈ കോളം ഈ ഡയഗ്രാം ഒന്നും കൂടി വരച്ചിട്ട് ഇവിടെ സെൻറ്റർ എന്ന് കൊടുത്തിട്ട് അടുത്തത് മെസ്സേജ്, രണ്ടാമത് ഡീകോഡിങ്ങിൻ്റെ അവിടെ ഏതാ വരുന്നത് എൻകോഡിങ്, മീഡിയയുടെ അവിടെ മീഡിയ തന്നെയാണ്, റിസീവറിൻ്റെ അവിടെ ഡീകോഡിങ്, എൻകോഡിങ്ങിൻ്റെ അവിടെ ഏതാ വന്നത് റിസീവർ, മെസ്സേജിൻ്റെ അവിടെ ഏതാ വന്നത് ഫീഡ്ബാക്ക്. ക്ലിയർ ആയല്ലോ. അപ്പോൾ അതാണ് ഈ ഓർഡർ ഇവിടെ എഴുതിയിരിക്കുന്നത്. സെൻറ്റർ, മെസ്സേജ്, എൻകോഡിങ്, മീഡിയ, ഡീകോഡിങ്, റിസീവർ, ഫീഡ്ബാക്ക്. അതേ ഓർഡർ ഇങ്ങനെ തന്നെ ഡയഗ്രാം വരച്ചിട്ട് അതിലേക്ക് ഈ ഓർഡറിൻ്റെ പ്രകാരം എഴുതുക. എന്നിട്ട് വന്നിരിക്കുന്നത് റൈറ്റ് എനി 2 നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ടു എംപ്ലോയീസ്. എംപ്ലോയീസിന് നൽകുന്ന 2 നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 മാർക്കിന് വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. പിന്നെ ചോദിച്ചിരുന്നത് ലിസ്റ്റ് ഔട്ട് ദ 4 എലമെൻറ്റ്സ് ഓഫ് ഡയറക്ഷൻ. 4 എലമെൻറ്റ്സ്, ഡയറക്ഷൻ്റെ 4 എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പം അതും ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. 2 മാർക്കിന് വന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദി ഫോളോയിങ്. കമ്മ്യൂണിക്കേഷനെയും ലീഡർഷിപ്പിനെയും കുറിച്ചൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ ചോദിച്ചിരുന്നു. അതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ വന്നിരുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 4 നെറ്റ്വർക്ക് ഓഫ് ഫോമൽ കമ്മ്യൂണിക്കേഷൻ. ഫോമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഏതെങ്കിലും 4 നെറ്റ്വർക്ക് 4 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡിസ്കസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് യൂസ്ഡ് ടു മോട്ടിവേറ്റ് എംപ്ലോയീസ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ്സിലെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതും 4 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ എക്സ്പ്ലെയിൻ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ആൻഡ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്. അത് 5 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ചോദിച്ചിരുന്ന ഒരു എസ്സേ ആണ് സ്റ്റേറ്റ് ദ നീഡ് ഹൈറാർക്കി തിയറി ഓഫ് എബ്രഹാം മാസ്ലോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. ഒരു 5 വർഷം തുടർച്ചയായി ചോദിച്ച ഒരു എസ്സേ ആണ്. നമുക്ക് 2025 നമുക്ക് എന്താവാം, ഈ ഒരു എസ്സേ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം 5 വർഷം തുടർച്ചയായി ചോദിച്ചിരുന്ന ഒരു എസ്സേ ആണ് മാസ്ലോൻ്റെ ഹൈറാർക്കി തിയറി വിത്ത് ഡയഗ്രാം അടക്കം പഠിച്ചു വെക്കുക. ഇന്ന് ലാസ്റ്റായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ബിസിനസ്. കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണെന്നുള്ളതും ചോദിച്ചിരുന്നു. ഇതും ഒരു 6 മാർക്കിന് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതും അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. കമ്മ്യൂണിക്കേഷൻ നേരത്തെയും ഒരു ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു, ഇപ്പോഴും നമ്മളൊരു ക്വസ്റ്റ്യനിൽ കണ്ടു. ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ചാപ്റ്റർ 8 കൺട്രോളിങ്. അതിൽ കൺട്രോളിങ് ഈസ് കോൾഡ് ആസ് എ ബാക്ക്വേർഡ് ലുക്കിംഗ് ഫംഗ്ഷൻ. വൈ? ഇപ്പോൾ കൺട്രോളിങ്ങിനെ കുറിച്ച്, കൺട്രോളിങ് ഒരു ബാക്ക്വേർഡ് ലുക്കിംഗ് ഫംഗ്ഷൻ ആണെന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കണം. അപ്പോൾ കൺട്രോളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എഴുതുക. റൈറ്റ് എനി 2 ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിങ്. ഇതൊരു 2018 ചോദിച്ചിരുന്നു, 2023 ചോദിച്ചിരുന്നു. 2018 2 മാർക്കിനായിരുന്നു, 2023 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് നൽകി ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിങ് പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫസ്റ്റ് 3 സ്റ്റെപ്സ് ഇൻ കൺട്രോളിങ്. 3 സ്റ്റെപ്സ് ആദ്യത്തെ കൺട്രോളിങ്ങിൻ്റെ എഴുതാൻ ചോദിച്ചിരുന്നു. 4ാമത് ചോദിച്ച ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോൾ ഫംഗ്ഷൻ. ഇമ്പോർട്ടൻസ്, കൺട്രോളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. പിന്നെ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആർ ദ ഇൻസെപ്പറബിൾ ട്വിൻസ് ഓഫ് മാനേജ്മെൻറ്റ് കമൻറ്റ്. പ്ലാനിങ്ങിൻ്റെയും കൺട്രോളിങ്ങിൻ്റെ റിലേഷൻ അതൊന്ന് കമൻറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 2 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഈ 5ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം അത്രയും ഒരു 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൺട്രോളിങ്ങിൽ ഇതുവരെയും ചോദിച്ചിട്ടുള്ളത്. ഇപ്പം 2 ചാപ്റ്ററിനും ഇത്രയും ഇമ്പോർട്ടൻസ് നൽകി പഠിക്കുക. മുൻ ചാപ്റ്റേഴ്സിൽ നിന്ന് ഏതൊക്കെ പഠിക്കേണ്ടതെന്നുള്ളത് നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. +2 ബിസിനസ് സ്റ്റഡീസ് 2025 എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് കാണാം. അതിൽ ഇതുവരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും പഠിക്കേണ്ടത് ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്.